നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 27-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 11-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്നതും അവിട്ട നക്ഷത്രമാണ്. അപ്പോൾ നല്ല നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. വ്യാഴാഴ്ച എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. എന്ത് ശുഭകാര്യത്തിന് വേണോ ഇറങ്ങുക. രാവിലെ വിളിച്ചുണർത്തി പറയുകയാണ്, എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങുക. നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കുന്ന സമയമാണ്. സമയത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ദോഷം കൊണ്ട് നടക്കാതിരിക്കില്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾക്ക് ഇന്ന് ഇറങ്ങാൻ പറ്റുമോ അതിനെല്ലാം പോകണം. കാരണം നമുക്ക് എപ്പോഴും നല്ല ദിവസം കിട്ടത്തില്ല. ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും നല്ലൊരു ദിവസം നമുക്ക് പ്രദാനം ചെയ്ത് കിട്ടണേ. അന്നത്തെ ദിവസം നമുക്ക് മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. അത് വിജയത്തിലേക്ക് പോകും. സാമ്പത്തിക നേട്ടം ഉണ്ടാവും. വ്യാഴം എപ്പോഴും ധനകാരകനും കൂടിയാണ്. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾക്ക് മുൻകൂട്ട് അല്ലെങ്കിൽ നമുക്ക് മുൻകൈ എടുക്കണം. അപ്പോൾ അതുപോലെ വൃശ്ചിക മാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷം നമുക്ക് ഭാഗ്യദായകമായി തീരും. ഒരു വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും. എങ്ങനെ? സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന ഒരു വർഷമാണ്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യണം. ഇടനിലക്കാരനായി നിന്നെന്തെങ്കിലും ചെയ്താലും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാലും ലോട്ടറി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും നേട്ടം വരും. അതുപോലെ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് നേട്ടം വരും. അപ്രതീക്ഷിത, അതായത് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ധനത്തേക്കാൾ അഡീഷണലായിട്ട് ധനം വരുമെന്നാണ്. അപ്പോൾ അതിനുള്ള മാർഗവും കൂടി തേടിക്കൊള്ളണം. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അത് വിജയിക്കും. അതിൽ സാമ്പത്തിക നേട്ടം വരും. അപ്പോൾ പൈസ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ല, സൈഡായിട്ട് എന്തെങ്കിലും കൂടെ ചെയ്തു പോകുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് സപ്പോർട്ടീവാണ് ഈ ഒരു വർഷം. അതുകൊണ്ട് നമ്മൾ ആ ഒരു വർഷത്തെ വിനിയോഗിക്കുന്നതിലാണ്, എങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതിലാണ് നമ്മളെ കഴിവ്. അതിനെ ശരിക്ക് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും ഗുണപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ശരിക്ക് 1 മണി 30 മിനിറ്റിനുള്ള 38 മിനിറ്റ് തൊട്ട് രാഹുകാലം തുടങ്ങുകയുള്ളൂ. 8 മിനിറ്റിൻ്റെ തുടക്കത്തിൽ ഒരു 8 മിനിറ്റും തീരുന്നത് 3 മണി 4 മിനിറ്റിന് തീരും. 3 മണിക്ക് തീരില്ല, 4 മിനിറ്റേ കൂടുതലുള്ളൂ. അപ്പോൾ വളരെ വ്യത്യാസം കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല. പക്ഷെ ഇന്നത്തെ ദിവസം നല്ലതാണെന്ന് പറഞ്ഞെങ്കിൽ പോലും യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും ഒഴിവാക്കുക. അതിൽ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം 9:20 തൊട്ട് 10:46 വരെയും യമകണ്ഠ കാല സമയം 6:28 തൊട്ട് 7:54 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. അതുപോലെ ഇന്നും ഏറ്റവും നല്ല സമയത്തിൽ നല്ല സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അതായത് മുഹൂർത്തങ്ങളുടെ രാജാവാണ്. അപ്പോൾ അഭിജിത്തിൻ്റെ സമയം വരുന്നത് 11:48 തൊട്ട് 12:26 വരെ. ഇതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ്, അതായത് 12:10 തൊട്ട് 12:14 വരെ 4 മിനിറ്റ് ഒഴിച്ച് ബാക്കി സമയം അനുകൂലപ്രദമാണ്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. മഞ്ഞ വസ്ത്രമോ ഗോൾഡൻ കളറിലുള്ള മഞ്ഞ മിക്സായിട്ടുള്ള വസ്ത്രമോ ഒക്കെ ധരിക്കുന്നത് നമ്മളിലേക്ക് വ്യാഴത്തിൻ്റെ പ്രകാശം കൂടാനും നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവ് എനർജി വരാനും സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.